ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ തിയറി നോമിയുടെ എപ്പിസോഡ് 4 വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന ചാപ്റ്റർ 1152ന്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പോയി കണ്ടിട്ട് വരിക. കാര്യം അതിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ തിയറി വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ നിങ്ങൾ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ കമന്റ്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഓക്കെ ഗൈസ്, അധികം സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട 14 വർഷങ്ങൾക്ക് മുമ്പ് എൽബാഫിൽ നിന്ന് മോഷണം പോയ ആ വിലക്കപ്പെട്ട ലെജൻഡറി ഡെവിൾ ഫ്രൂട്ടാണ് നമ്മുടെ ലൂഫി കഴിച്ചത്. അങ്ങനെ പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട്. എൽബാഫിലുള്ള ആൾക്കാർ സൺഗോഡ് നിക്കയെ എത്രമാത്രം ആരാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് റീസെന്റ് ആയി വന്ന കുറെ ചാപ്റ്റേഴ്സിൽ ഇഷ്ടം പോലെ ഹിൻസ് കിട്ടിയിട്ടുണ്ട്. റോഡ് സ്വയം പുള്ളിക്കാരൻ സൺഗോഡ് ആണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ലോക്കിയെ കണ്ടപ്പോൾ അവനും പറഞ്ഞിരുന്നു ഞാൻ സൺഗോഡ് ആണെന്ന്. അതേപോലെ പാർട്ടി നടന്ന ടൈമിൽ എൽബാഫിലുള്ള എല്ലാ ജയൻസും അവർ നിക്കയെ എത്രമാത്രം ആരാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. സോ എൽബാഫിന് ഈ സൺഗോഡ് നിക്കയുമായിട്ടുള്ള ഈ കണക്ഷൻസ് ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ അവർ തലമുറകളായിട്ട് കൈമാറി വന്നത് ആ ഒരു ഡെവിൾ ഫ്രൂട്ട് തന്നെ ആയിരിക്കണം. ഹരോൾഡുമായിട്ട് ഒരു പാക്ട് ഉണ്ടാക്കിയ വേൾഡ് ഗവൺമെന്റ് ആ ഡെവിൾ ഫ്രൂട്ട് തട്ടിയെടുക്കാനായിട്ട് ഒരു വൃത്തികെട്ട പ്ലാൻ ഉണ്ടാക്കുന്നു. മേ ബി ഈ ഒരു കാര്യമായിരിക്കാം ഷാങ്സ് ഹരോൾഡിനോട് വളരെ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നത്. നോർമൽ ആയിട്ടുള്ള ഹരോൾഡിന്റെ അടുത്ത് ഒരു കളിയും നടക്കില്ല എന്ന് ഇമുവിനറിയാം. കാര്യം പുള്ളിക്കാരൻ 109 വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു എന്നൊരു ഗ്ലിംസ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഫ്ലാഷ് ബാക്കിൽ കിട്ടിയതാണ്. എൽബാഫ് കണ്ട വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് ജയന്റ്. അപ്പോൾ അങ്ങേരെ ഒതുക്കണമെങ്കിൽ ഡോമി റിവേഴ്സി പോലൊരു ചതിപ്രയോഗം തന്നെ ഇവിടെയും വേണ്ടിവരും. സോ ഇത്രയും പവർഫുൾ ആയ ഹരോൾഡിനെ പുള്ളിയുടെ ഗാർഡ്സിന് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട പോലെ ചുമ്മാ കയറി അങ്ങ് അറ്റാക്ക് ചെയ്യാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അപ്പോൾ അത് ഹരോൾഡ് തന്നെ ഓർഡർ ചെയ്തിട്ടാകും അവർ ചെയ്തിട്ടുണ്ടാവുക. ഡീമനായി മാറിയ ഹരോൾഡ് തന്റെ കോൺഷ്യസ്നെസ് പൂർണ്ണമായിട്ട് നശിക്കുന്നതിന് മുൻപ് ഗാർഡ്സിന് ഓർഡർ കൊടുത്തതാകാം. കാര്യം പുള്ളി ഒരു ഫുൾ ഡീമനായി മാറിക്കഴിഞ്ഞാൽ എൽബാഫ് പൂർണ്ണമായും നശിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഇത്രയും ജയൻസ് കൂടി നിന്ന് ശ്രമിച്ചിട്ട് പോലും പുള്ളിയെ കൊല്ലാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ കുത്തുകൊണ്ടതിന് ശേഷം ഹരോൾഡ് മിക്കവാറും ആ ജയൻസിനെ എല്ലാം തീർത്തിട്ടുണ്ടാകും. അതേപോലെ ലോക്കിയെയും ജാറൂളിനെയും ഒക്കെ ആക്രമിക്കാനും ചെന്നിട്ടുണ്ടാകും. അതിനിടയിൽ ജാറൂളിന് ആ പരിക്ക് പറ്റുന്നു. അവസാനം ലോക്കി എങ്ങനെയോ ഹരോൾഡിനെ കൊല്ലുന്നു. പവർ സ്കെയിൽ വെച്ച് ലോക്കിക്ക് ചിലപ്പോൾ അതിന് സാധിക്കുമല്ലോ. മാത്രവുമല്ല ഹരോൾഡിന് പരിക്കുകളുമുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല. ഈ നടന്ന കാര്യങ്ങളൊന്നും എൽബാഫിൽ വേറെ ആരോടും പറയാൻ കഴിയില്ല. കാര്യം ഇതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എൽബാഫിലുള്ളവർ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്ന കിങ് ഹരോൾഡ് പെട്ടെന്നൊരു ദിവസം ഒരു ഡീമനായി മാറിയെന്ന് കേട്ടാൽ ആരെങ്കിലും വിശ്വസിക്കൂ? മാത്രവുമല്ല നമ്മുടെ ലോക്കിക്ക് എൽബാഫിൽ നല്ല ചീത്ത പേരും ഉണ്ടല്ലോ. സോ ജാറുൽ ഇത് ചെന്ന് പറഞ്ഞാൽ പോലും ആരും നമ്പാൻ പോകുന്നില്ല. വേണമെങ്കിൽ എൽബാഫിന്റെ ഭരണം തട്ടിയെടുക്കാനായിട്ട് ലോക്കിയും ജാറുലും ചേർന്നിട്ട പ്ലാൻ ആണെന്ന് പോലും ആൾക്കാർ പറഞ്ഞു കളയും. സോ അതുകൊണ്ടാകാം ലോക്കി സ്വയം ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായത്. ഹരോൾഡ് ഇങ്ങനെയൊക്കെ ഒരു പണി കാണിച്ചത് കൊണ്ടാകാം ഇമു മുൻപൊരു ചാപ്റ്ററിൽ പറഞ്ഞിരുന്നല്ലോ, ആ ഹരോൾഡ് കാര്യങ്ങൾ കുളമാക്കിയില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ എൽബാഫ് ഭരിച്ചേനെ എന്ന്. അതേപോലെ തന്നെ നിക്കയുടെ പാതയിൽ പോകാൻ തീരുമാനിച്ചതുകൊണ്ടാകാം ലോക്കി അവന്റെ അച്ഛനെ കൊല്ലാനായിട്ടുള്ളൊരു തീരുമാനമെടുത്തതെന്ന് ജാറുല് മുൻപൊരു ചാപ്റ്ററിൽ ആ പാർട്ടിക്കിടയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഒരുമാതിരിയൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നത്. കാര്യം ഡീമനായി മാറിയ ഹാരോൾഡിനെ മുന്നിൽ നിർത്തി വേൾഡ് ഗവൺമെന്റ് ഈ എൽബാഫ് ഭരിക്കുകയാണെങ്കിൽ എൽബാഫിലെ ജനങ്ങളുടെ ജീവിതം നരകമായി തീരും. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നതിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങളെയും പിന്നെ ആ ഡീമോണിക് കോൺട്രാക്റ്റിൽ നിന്ന് സ്വന്തം അച്ഛനെയും ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി ലോക്കി എടുത്ത വളരെ ഹാർഡായിട്ടുള്ള ഒരു തീരുമാനമാകാം അത്. പിന്നെ എൽബാഫിൽ നിന്ന് തട്ടിയെടുത്ത ആ ഡെവിൾ ഫ്രൂട്ട് അത് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഒരു കപ്പൽ മാർഗം വേൾഡ് ഗവൺമെന്റ് കടത്തുന്നു എന്ന് ഇൻഫോ കിട്ടിയ ഷാങ്സ് അത് അവിടെ നിന്നും പൊക്കുന്നു. പിന്നെ നടന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഗബാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ തന്നെ ഷാങ്സ് ഒരു ഡെസ്റ്റിൻഡ് ചൈൽഡ് തന്നെയാണ്, ഇതിനെല്ലാമായിട്ട് നിയോഗിക്കപ്പെട്ടവൻ. ഷാങ്സിന്റെ കയ്യിലെ മാർക്ക് അത് ചിലപ്പോൾ മരി ജോയ്സിൽ നിന്ന് കിട്ടിയതാകാം. സോമേഴ്സിന്റെ കയ്യിലുള്ള മാർക്ക് അതുപോലെ ഉള്ളതല്ലെങ്കിലും ഷാങ്സിന്റെ ടാറ്റുവുമായിട്ട് റിസംബ്ലൻസ് ഉള്ള ഒരു സംഭവം സോമേഴ്സിന്റെ കോട്ടിൽ നമുക്ക് കാണാം. ആ കൈ പോകാൻ നേരത്ത് എന്തുകൊണ്ട് ഷാങ്സ് ആർമമെന്റ് ഹാക്കി ഉപയോഗിച്ചില്ല എന്നുള്ള ട്രോൾസിനൊക്കെ അപ്പോൾ ഇനി തൽക്കാലം വിശ്രമം കൊടുക്കാം. പിന്നെ ഇതെല്ലാം ജസ്റ്റ് എന്റെ വെറും ഊഹങ്ങൾ മാത്രമാണ്. ഓട കുക്ക് ചെയ്യാൻ പോകുന്നത് ഇതൊന്നും ആയിരിക്കില്ല എന്ന് ഇപ്പോഴും ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ബാക്കി ഇനി നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സിൽ കാണാം. അപ്പോൾ ഒന്നുകൂടെ പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നവരേക്കും ബൈ ബൈ.